വാർത്തയിലേക്ക് നമുക്ക് കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നികുതികാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം BJPക്ക് ലഭിച്ചിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെ BJP കൗൺസിലർ വിനീത സജീവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 9 അംഗ സമിതിയിലെ ഏക LDF അംഗമായ CPM കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. മിഥില ബാലനാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി മിഥില, BJP അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു നിർണായക സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? നേരത്തെ കോൺഗ്രസിനും ഇത്തരത്തിലൊരു സ്ഥാനം ലഭിച്ചിരുന്നു അല്ലേ? തീർച്ചയായും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു നിർണായക സ്ഥാനത്തേക്ക് തന്നെയാണ് ഇപ്പോൾ BJP കൗൺസിലർ എത്തിയിട്ടുള്ളത്. നികുതികാര്യ സ്റ്റാൻഡിംഗ് സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കാണ് BJP ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നികുതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ 9 അംഗങ്ങളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 9 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 4 UDF, 4 LDF, 4 UDF, 4 BJP, 1 LDF എന്നതായിരുന്നു അംഗങ്ങൾ. ഇതിൽ LDF വിട്ടുനിന്നു. LDF വിട്ടുനിന്നതിന് പിന്നാലെ നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പിലൂടെയാണ് ഇത്തരത്തിൽ BJPക്ക് അധ്യക്ഷ സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെ പ്രത്യാരോപണവുമായി UDFും ഒപ്പം തന്നെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. BJP ഉന്നയിച്ച ഒരു കാര്യം എന്നത് കോർപ്പറേഷനിൽ ഇതുവരെ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അത് BJP പൊളിച്ചിരിക്കുന്നു. അങ്ങനെയാണിപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് BJP എത്തിയിട്ടുള്ളത് എന്നാണ്. അതേസമയം തന്നെ UDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് ഈ ഒരു LDF അംഗം വിട്ടുനിന്നു. LDF അംഗം വിട്ടുനിൽക്കാൻ കാരണം എന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാലം വരിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അംഗം വിട്ടുനിന്നത് എന്ന ആരോപണവുമായി ഇപ്പോൾ UDF രംഗത്തെത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക സ്ഥാനത്തേക്ക് BJP എത്തിയിരിക്കുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തിന് ശേഷം ക്ഷേമകാര്യ സമിതി UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു അധ്യക്ഷ സ്ഥാനം കൂടി ലഭിച്ചിരിക്കുന്നു. വിനീത, അതാണ് മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.